കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് തേർഡ് സെമസ്റ്ററിലോട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും തേർഡ് സെമസ്റ്റർ എക്സാംസ് ആണ്. സോ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, അതിന്റെ സിലബസ് ഡീറ്റെയിൽസ്, ഏത് ബുക്സ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു മാറ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എംകോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. സെക്കൻഡ് സെമസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതൽ പഠിക്കാനുണ്ട്. നമ്മുടെ മുമ്പിൽ സമയം എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ. കാരണം ജനുവരിയിലാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 1 എക്സാം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ല. ഉള്ളില് ഓണം ഹോളിഡേയ്സ് വരും, ഡിസംബർ ഹോളിഡേയ്സ് വരും. ഇതൊക്കെ കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ അവസാനം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ക്വാളിറ്റി ഡേയ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഡേയ്സ് വേസ്റ്റ് ചെയ്യാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ദിസ് ഇസ് കിരൺ CS. Once again, welcome back to KC's classes. So third സെമസ്റ്ററിൽ നമുക്ക് ആസ് യൂഷ്വൽ 5 പേപ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ തേർഡ് സെമസ്റ്ററിന്റെ പ്രത്യേകത നമുക്കറിയാം, സ്പെഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 മെയിൻ പേപ്പേഴ്സ്, കോർ പേപ്പേഴ്സും 2 ഇലക്ടീവ് പേപ്പേഴ്സ് ആണ് വരുന്നത്. സ്പെഷ്യലൈസേഷൻ, ഫിനാൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്. ഇതാണല്ലോ മെയിൻ ആയിട്ട്. അതിലെ ഫിനാൻസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിക്കുന്നത്. അപ്പോൾ പേപ്പേഴ്സിന്റെ പേരുകൾ ഇതൊക്കെയാണ്. മെയിൻ പേപ്പറിൽ ആദ്യത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നു. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേപ്പർ ഇൻകം ടാക്സ്, ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1. ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് 4 സെമസ്റ്ററിൽ പഠിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വരുന്നതും ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടുമായിട്ടുള്ള സബ്ജക്ട് ഇൻകം ടാക്സ് തന്നെയാണ്. ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പർ. ദെൻ റിസർച്ച് മെത്തഡോളജിയാണ് മറ്റൊരു പേപ്പർ, തിയറി. ദെൻ ഇലക്ടീവ്, ഫിനാൻസിലെ 2 ഇലക്ടീവ് പേപ്പേഴ്സ് വരുന്നതിൽ ഒരെണ്ണം പ്രോബ്ലം പേപ്പർ ആണ്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് വരും, പിന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇങ്ങനെ 5 പേപ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പൊ അങ്ങനെ ടോട്ടൽ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആണ് വരുന്നത് കേട്ടോ. FM, ഇൻകം ടാക്സ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ ഇതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ നമുക്ക് FM ആണ്. ഞാൻ പറഞ്ഞു പ്രോബ്ലം പേപ്പർ ആണ്. നമ്മൾ ഡിഗ്രിക്ക് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾ FM പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ, PSC എക്സാം ആവട്ടെ, ഏത് കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിലോട്ട് പോവുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് FM. ഓക്കെ, 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് തിയറീസും കൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തിയറിയാണ് ആദ്യത്തെ മൊഡ്യൂള്. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ നമ്പർ 2, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലോങ് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്. നമുക്ക് എന്തായാലും ഒരുപാട് മാർക്സ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് മൊഡ്യൂൾ നമ്പർ 3 വരുന്നത്. ദെൻ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന മൊഡ്യൂൾ നമ്പർ 4, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് ലിവറേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ഓക്കെ, പോപ്പുലർ ആയിട്ടുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ, ആർബിട്രേജ്. ദെൻ മൊഡ്യൂൾ നമ്പർ 5ലോട്ട് പോകുമ്പോൾ ഡിവിഡൻഡ് ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മള് ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള തന്നെ നമുക്ക് ഡെപ്തിൽ പഠിക്കാനുണ്ട്. 30% തിയറിയും 70% പ്രോബ്ലംസും ആണ് വരുന്നത്. അപ്പോ പ്രോബ്ലം പേപ്പറിൽ ആദ്യത്തെ. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ ബുക്ക് സജഷൻ ആണ് കുട്ടികൾ ചോദിക്കുന്നത്.
നമുക്ക് റെഫറൻസ് ബുക്കുകൾ താഴെ നോക്കിയാൽ തന്നെ ഒരുപാട് കാണാൻ സാധിക്കും. ബട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പോൾ ജയനേന്ദ്രന്റെ ബുക്കൊക്കെ നല്ല ബുക്കാണ്, പാണ്ഡെയുടെ ബുക്കൊക്കെ നല്ല ബുക്കാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വരുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സ് ഇനഫ്. അതിലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സാമിന് വരാറ്. ഇപ്പം നമ്മളാണെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് പഠിപ്പിക്കുന്ന കുട്ടികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ്. സ്റ്റഡി മെറ്റീരിയൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ പേപ്പർ. മൂവിങ് ടു സെക്കൻഡ് പേപ്പർ. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടതും നമുക്ക് അതുപോലെ തന്നെ ടഫസ്റ്റ് ആയിട്ട് വരുന്ന പേപ്പർ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് 1. ഇതിന്റെ കണ്ടിന്യൂഷൻ 4 സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ്സ്. ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഡിറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, എന്താണ് ടാക്സ് പ്ലാനിങ്ങിനെ പറ്റിയുള്ള തിയറിയും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ മൊഡ്യൂളിൽ. ബേസിക്സ് ആണ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ ഡിഫറെന്റ് ഹെഡ്സ്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച മൊത്തം എന്താണ് സബ്ജക്റ്റ് ഇല്ലേ, അതൊരൊറ്റ മൊഡ്യൂളായിട്ട് നമുക്കിവിടെ പഠിക്കാനുണ്ട്. 5 ഹെഡ്സ് മുഴുവൻ. ഓക്കെ, സാലറി, HP, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ദെൻ അസസ്മെന്റ് ആണ്. ഇൻഡിവിജ്വലിന്റെ അസസ്മെന്റ് നമുക്ക് ഇവിടെ ആദ്യം പഠിക്കാനുണ്ട്. ദെൻ HUFന്റെ അസസ്മെന്റ് പഠിക്കാനുണ്ട്. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, ടാക്സ് ലയബിലിറ്റി കാണാം. അപ്പോൾ അത്യാവശ്യം നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട എന്താണ് സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത സെമസ്റ്ററിൽ വരുന്നത്. അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലും HUFും കഴിഞ്ഞാൽ ബാക്കിയുള്ള പേഴ്സൺസ് ആണ് നമുക്ക് 4 സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് അസസ്മെന്റ്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച ഒരു എന്താണ് മൊത്തം സിലബസ് ഒരു മൊഡ്യൂളായിട്ട് നമുക്ക് ഇവിടെ ആദ്യം കവർ ചെയ്യാനുണ്ട്. പിന്നെ അതിന്റെ അസസ്മെന്റ്. ദെൻ മൊഡ്യൂൾ നമ്പർ 4 ഇൻകം ടാക്സ് അതോറിറ്റീസ് തിയറി കവർ ചെയ്യാനുണ്ട്. പ്രൊസീജിയർ ഫോർ അസസ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. അപ്പൊ ഇങ്ങനെ 5 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ള. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്നത് ഈ 2 മൊഡ്യൂൾസ് നിന്നാണ്. ബാക്കിയുള്ളൊക്കെ തിയറി. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഏറ്റവും എന്താണ് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. 30% തിയറി, 70% പ്രോബ്ലം. ഏറ്റവും ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. മെഹ്റോത്രയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും ബെസ്റ്റ്. റെഫറൻസ് ബുക്ക് ആണെങ്കിലും ദെൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് ഫോളോ ചെയ്യണം കേട്ടോ. ഇറ്റ്സ് ഇനഫ്. ഓക്കെ, മെഹ്റോത്ര നല്ലൊരു റെഫറൻസ് ബുക്കാണ്. ദാറ്റ്സ് അബൌട്ട് മറ്റൊരു പ്രോബ്ലം പേപ്പർ. ദെൻ റിസർച്ച് മെത്തഡോളജി. ഫ്യൂച്ചറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും തിയറി പേപ്പർ ആണ്. സോ റിസർച്ച് എന്താണ്, അതിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത്. നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടതാണ്. പോപ്പുലേഷൻ സർവേ, സാമ്പിൾ സ്റ്റഡി, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 2 വരുന്നു. ഇതിലുള്ള പല കാര്യങ്ങളും നമുക്ക് റെഗുലർ സ്റ്റുഡൻസിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ ഡാറ്റ കളക്ഷൻ ആണ് മൊഡ്യൂൾ നമ്പർ 3 വരുന്നത്. പ്രൈമറി സെക്കൻഡറി ക്വസ്റ്റ്നെയർ എന്താണ്, ഇന്റർവ്യൂ എന്താണ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ്, അതാണ് മൊഡ്യൂൾ നമ്പർ 4 വരുന്നത്. 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾ ഏറ്റവും വരുന്ന ഒരു മൊഡ്യൂളാണ്. ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസന്റേഷൻ, അതിൽ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. റിപ്പോർട്ടിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഈ പറയുന്ന ടെക്നിക്സും അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 70% തിയറിയും 30% പ്രോബ്ലം എന്ന് പറഞ്ഞാലും മെജോറിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ തിയറി തന്നെയാണ്. ഒരെണ്ണൊക്കെ ചിലപ്പോൾ പ്രോബ്ലം വന്നാലായി കേട്ടോ. സോ ഇതാണ് നമ്മുടെ 3 കോർ പേപ്പേഴ്സ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ്. സോ സ്പെഷ്യലൈസേഷൻ പേപ്പറിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഫിനാൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഫിനാൻസ് ആണ് മെജോറിറ്റി കുട്ടികൾ എടുത്തിട്ടുള്ളത്. സോ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതിൽ ആദ്യത്തെ പേപ്പർ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ്, പ്രോബ്ലം പേപ്പർ. നമ്മളത് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി ഡെപ്തിലൂടെ പഠിക്കാനുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ബേസിക് തിയറിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യത്തെ മൊഡ്യൂൾ. പിന്നെ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, പ്രോബ്ലംസ്, YTM, ദെൻ ബോണ്ട് വാല്യൂ തിയറം, പ്രോബ്ലംസ് ഉള്ള ഒരു മൊഡ്യൂളാണ്. ദെൻ ഇക്വിറ്റി അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള മൊഡ്യൂള്. EIC, ദെൻ ഡോ തിയറി, ദെൻ ഏർണിങ്സ് റേഷ്യോ, പ്രോബ്ലംസും കവർ ചെയ്യാനുണ്ട്, തിയറിയും കവർ ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണ്. ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സെലക്ഷൻ, പ്രോബ്ലംസ് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. തിയറിയും മാർക്കോവിറ്റ്സിന്റെ മോഡല്, തിയറിയും പ്രോബ്ലംസ് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ബിഹേവിയറൽ ഫിനാൻസിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്.
ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അവിടെയും പ്രോബ്ലംസും തിയറിയും നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 40% തിയറിയും 60% പ്രോബ്ലംസും വരുന്നുണ്ട്. അപ്പോൾ 3 പ്രോബ്ലം പേപ്പർ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തു. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കവർ ചെയ്യാം കേട്ടോ, പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ മറ്റൊരു തിയറി പേപ്പറാണ് സ്പെഷ്യലൈസേഷൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്, ഡിഗ്രിക്ക് ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ, സെബി, റോൾ ഓഫ് സെബി ആണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1. പിന്നെ കമ്മോഡിറ്റി മാർക്കറ്റ്സ്, അതിനെപ്പറ്റി ഡെറ്റ് മാർക്കറ്റ്, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 3 പഠിക്കാനുണ്ട്. ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഫോറിൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആണ്, GDR, ADR, FPI, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ റോൾ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇതൊക്കെ മൊഡ്യൂൾ നമ്പർ 5 നല്ല രീതിയിൽ കവർ ചെയ്യാനുള്ള ഒരു സബ്ജക്റ്റാണ്, തിയറി പേപ്പറാണ്. അപ്പോൾ ഇതാണ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് 5 സബ്ജക്ട്സ് വരുന്നത്. ഇനി മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ 3rd സെമസ്റ്ററിൽ ഒരു പേപ്പർ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് ആണ്. നമ്മളതിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, തിയറിയാണ്. മെറ്റീരിയൽ വളരെ കുറവാണ്, സ്റ്റഡി മെറ്റീരിയലൊക്കെ അവസാനം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ബുക്കൊക്കെ മേടിച്ച് പഠനം ആരംഭിക്കുക. അഡ്വർടൈസിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ആദ്യം. മൊഡ്യൂൾ നമ്പർ 2 വരുന്നത് മീഡിയ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് അഡ്വർടൈസിങ് ഡെപ്തിൽ പഠിക്കാനുണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്ലാനിങ് ആൻഡ് സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ്, ദെൻ അഡ്വർടൈസിങ് റിസർച്ച്. ഇതാണ് ആദ്യത്തെ ഒരു പേപ്പർ കേട്ടോ നമുക്ക് വരുന്നത്, അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്. ഇനി മറ്റൊരു പേപ്പർ വരുന്നത് 3rd സെമസ്റ്ററിലെ കൺസ്യൂമർ ബിഹേവിയർ ആണ്. കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, ബേസും കാര്യങ്ങളൊക്കെ, പിന്നെ കൺസ്യൂമർ ആസ് എൻ ഇൻഡിവിജ്വൽ, CRM പറ്റിയുള്ള കാര്യങ്ങൾ, കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് മൊഡ്യൂൾ നമ്പർ 3, പർച്ചേസ് ഡിസിഷൻ പ്രോസസ്സ്, മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതിൻ്റെ എക്സ്റ്റൻഷനാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ നമ്പർ 5 കൺസ്യൂമർ റിസർച്ച്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമുക്ക് സമയം എന്ന് പറയണത് ഇല്ല. കാരണം എന്താ, നമുക്കിതിൻ്റെ ഇടയിൽ ഓണം, ക്രിസ്മസ് അല്ല പല പല ആഘോഷങ്ങൾ വരുന്നുണ്ട്. ജനുവരി ഫസ്റ്റ് വീക്കിൽ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രത്തോളം സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആഘോഷങ്ങൾ കട്ട് ഔട്ട് ചെയ്താൽ നമ്മുടെ മുമ്പിൽ വരുന്ന ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത് പഠനമൊന്നും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. FM, ഇൻകം ടാക്സ്, റിസർച്ച്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആവുക. ദെൻ ടാക്സിന്റെ ഒക്കെ ചില അഡീഷണൽ ലൈവ് സെഷൻസ് വരുമ്പോൾ അതൊക്കെ ഗ്രൂപ്പിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിന്റെയും സെപ്പറേറ്റ് അനാലിസിസ് വീഡിയോസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.